ഹായ് ഫ്രണ്ട്സ്, പ്രതിഭ കോളേജിന്റെ മറ്റൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുക ഇംഗ്ലീഷ് എന്ന ഒരു ടോപ്പിക് നോക്കുക. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നോക്കി ഒരു ചോദ്യം, എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക്. ഓപ്ഷൻസ് നോക്കിയടാ, ഹാസ്, ഹാവ്, വാസ്, വേർ. ഏതാണ് ടോപ്പിക് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഏതാ ടോപ്പിക്? കോൺകോഡ് ആണ് ടോപ്പിക്. ഏതാ ടോപ്പിക്? കോൺകോഡ്. നമുക്ക് ഒരു 25ഓളം നിയമം കോൺകോഡ് എന്ന ടോപ്പിക്കിനകത്ത് പഠിക്കേണ്ട. അതിൽ ഒരു നിയമം നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ അല്ലേ? ശരി, നോക്കി നിയമം. എ ലോട്ട് ഓഫിലോ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫിലോ അല്ലെങ്കിൽ സം ഓഫിലോ ഹാഫ് ഓഫിലോ അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ് അല്ലെങ്കിൽ പ്ലെന്റി ഓഫ്, ഇവയിലൊരു സെന്റൻസ് ആരംഭിച്ചാൽ ഏതൊക്കെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. എ ലോട്ട് ഓഫില്, മോസ്റ്റ് ഓഫില്, സം ഓഫ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ്, പ്ലെന്റി ഓഫ്, ഇവയിലേക്ക് ഒരു സെന്റൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ. എന്താണ്ടാ ഈ അൺകൗണ്ടബിൾ നൗൺ? അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് പറയുക. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറ്റത്തില്ല, അല്ലേ? അപ്പൊ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കാൻ പാടുള്ളൂ? സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചോ, നിയമം ഒന്ന് ശ്രദ്ധിച്ചോടാം. സിംഗുലർ വെർബേ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ? ശരി, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാ വാക്കുകൾ? എ ലോട്ട് ഓഫ്, ഒരുമിച്ച് എന്റെ കൂടെ പറഞ്ഞോ, അല്ലെങ്കിൽ കിട്ടത്തില്ല, ഒന്നുകൂടെ പറഞ്ഞോ. എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ് അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇവയിലൊരു സെന്റൻസ് ആരംഭിച്ചാൽ അതിനുശേഷം പറയുന്ന ഒരു കൗണ്ടബിൾ നൗൺ ആണ്. എന്താണ് കൗണ്ടബിൾ നൗൺ? കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന നാമങ്ങൾ. ഇപ്പൊ പേന നമുക്ക് പേനകൾ എന്ന് പറഞ്ഞാൽ ഒരു എണ്ണിത്തിട്ടപ്പെടാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ കൗണ്ടബിൾ നൗൺസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ഉപയോഗിക്കാൻ പാടുള്ളൂ? പ്ലൂറൽ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇനി കുറച്ചു പേർക്ക് അറിയില്ലായിരിക്കും ഏതൊക്കെയാ സിംഗുലർ വെർബ്സ്, ഏതൊക്കെയാ പ്ലൂറൽ വെർബ്സ് എന്നൊന്ന് ശ്രദ്ധിച്ചേ. ഏതൊക്കെയാ സിംഗുലർ വെർബ്സ്, സിംഗുലർ വെർബ്സ് ഏതൊക്കെയാടാ? ഒന്ന് ഒരുമിച്ച് പറഞ്ഞ്, അറിയുന്നവർ ഒരുമിച്ച് പറഞ്ഞേ. ഈസ്, വാസ്, ഹാസ്, ഡസ്. ഏതൊക്കെ ഒരുമിച്ച് പറഞ്ഞേ? ഈസ്, വാസ്, ഹാസ്, ഡസ്. ഒരുമിച്ച് പറഞ്ഞോ. ഈസ്, വാസ്, ഹാസ്, ഡസ്. അപ്പൊ പ്ലൂറൽ വെർബ് ഏതൊക്കെയാണ്? പ്ലൂറൽ വെർബ് ഏതൊക്കെയാ? ആറ്, വേർ, ഹാവ്, ഡു. ഏതൊക്കെയാ? ആറ്, വേർ, ഹാവ്, ഡു. ഇനി ഒട്ടും അറിഞ്ഞൂടാത്ത, ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞൂടാത്ത എളുപ്പത്തിന് വേണമെങ്കിൽ ചിന്തിച്ച് വയ്ക്കാം. ഇപ്പൊ സിംഗുലർ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിലൊക്കെ അവസാനിക്കണ്ടോ? ഈസ്, വാസ്, ഹാസ്, ഡസ്, എല്ലാത്തിലും എന്തുണ്ട്? അവസാനം എസ് ഉണ്ട്. അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോൺകോഡ് എന്ന ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ആദ്യം അറിയേണ്ട കാര്യം അത് സിംഗുലർ വെർബ്സ് ഏതൊക്കെയാണ്, പ്ലൂറൽ വെർബ് ഏതൊക്കെയാണ് അറിയേണ്ടത്. അപ്പൊ സിംഗുലർ വെർബ്സ് ഒരുമിച്ച് പറഞ്ഞോ. ഈസ്, വാസ്, ഹാസ്, ഡസ് ആണ്. പ്ലൂറൽ വെർബ് ഏതൊക്കെയാണ്? ആറ്, വേർ, ഹാവ്, ഡു ആണ്. അപ്പൊ നമ്മുടെ നിയമം ഒന്നുകൂടെ പറയാം, അതിനുശേഷം നമുക്ക് ടോപ്പിക്കിലോട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നോക്കി, എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ സം ഓഫ്, മോസ്റ്റ് ഓഫ്, ഹാഫ് ഓഫ്, എ പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇവയിലൊരു സെന്റൻസ് ആരംഭിച്ചാൽ അൺകൗണ്ടബിൾ നൗൺസ് ആണ് പറയുന്നതെങ്കിൽ, അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമങ്ങളാണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബും. കൗണ്ടബിൾ നൗൺസ് ആണ് പറയുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ടത് എന്നാൽ കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന നാമങ്ങളാണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ആ പ്ലൂറൽ വെർബ്സും ആണ്. ശരി, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കൂടെ? ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക് എന്ന ചോദ്യം. അപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത് ഏത് ടോപ്പിക് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഓപ്ഷൻ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്ന എല്ലാം വെർബുകളാണ്. അപ്പൊ മനസ്സിലായി നമുക്ക് കോൺകോഡ് എന്ന ടോപ്പിക്. എന്താ ഈ കോൺകോഡ്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അതായത് സബ്ജക്ട് ഇങ്ങനെ വന്നാൽ ഇന്ന വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പറയുന്നില്ല. ഓക്കെ, നമ്മൾ ഈ പഠിച്ച നിയമം എ ലോട്ട് ഓഫിൽ ഒരു സെന്റൻസ് ആരംഭിച്ചില്ലേ? എ ലോട്ട് ഓഫിൽ ഒരു സെന്റൻസ് ആരംഭിച്ചു. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഷുഗർ അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഷുഗർ എന്താ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതൊരു അൺകൗണ്ടബിൾ നൗൺ. എങ്കിൽ ഏതാ ഉപയോഗിക്കേണ്ടത്? നമ്മൾ സിംഗുലർ വെർബ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് അറിയുന്നേ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക ഓപ്ഷനിൽ ഏതൊക്കെയാണ് സിംഗുലർ വെർബ്സ്. നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോയാ ഹാസ്. ഓക്കെ, ഹാസ് എന്ന ഓപ്ഷൻ സിംഗുലർ വെർബ്. അപ്പൊ വേണമെങ്കിൽ ഹാസ് ആൻസർ ആയിട്ട് വരാം, ഇല്ലേ? ഹാവ് പ്ലൂറൽ ആണ്, അത് ആൻസർ ആയിട്ട് വരുമോ? ഇല്ല. അടുത്തെന്താ? വാസ് കിടപ്പുണ്ട്. വാസ് അതും സിംഗുലറാ, അപ്പൊ അതും ആൻസർ ആയിട്ട് വരാം. വേറെ വരുവോടാ? വേറെ പ്ലൂറൽ വെർബാണ്, വരത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ വാസ് ആണ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ അങ്ങനെ പരീക്ഷയ്ക്ക് നമ്മൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒന്നിൽ അധികം ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പൊ 2 ഓപ്ഷൻ വേണമെങ്കിൽ ആൻസർ വരും. കാരണം നമുക്കറിയാം ഷുഗർ അൺകൗണ്ടബിൾ നൗണാ, എങ്കിൽ ആൻസർ എന്തേ വരൂ? സിംഗുലർ വെർബേ വരൂ. ഓപ്ഷൻ നോക്കിയപ്പോൾ ഹാസും വാസും ഉണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം, അങ്ങനെ 2 ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നേരെ ചോദ്യത്തിൽ പോയിട്ട് വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോ നോക്കുക. എന്ത് നോക്കുക? വെർബിന്റെ മൂന്നാമത്തെ രൂപം ചോദ്യത്തിൽ പറയുന്നുണ്ടോ നോക്കുക. നമ്മളിപ്പോ ഈ ചോദ്യം നോക്കിയപ്പോ ആഡഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന, അല്ലടാ ആഡഡ് എന്ന് പറയുമ്പോൾ ആഡ്, ADD അല്ലെ? ആഡ് എന്ന് പറയുന്ന വെർബിന്റെ V2ഉം V3ഉം എന്ത് തന്നെ? ആഡഡ് തന്നെ. നമുക്ക് അറിയുന്നതാണ് ആക്റ്റീവ് വോയിസിനകത്ത്. ആക്റ്റീവ് വോയിസ്, അതായത് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന സെന്റൻസ് എല്ലാം ആക്റ്റീവ്
ആക്റ്റീവ് വോയിസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ടോപ്പിക്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെന്റൻസ് എല്ലാം ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ശരി, നോക്ക്, ഈ ആക്റ്റീവ് വോയിസിൽ മാത്രമേ ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയുടെ കൂടെ എന്ത് വരുള്ളൂ? V3 വരുള്ളൂ. ഓക്കെ, ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ മാത്രമേ ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ V3 വരൂ. സെന്റൻസ് പാസീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേർ ഇവയുടെ കൂടെ V3 എപ്പോഴേ വരുള്ളൂ? പാസീവ് വോയിസ് സെന്റൻസ് പാസീവ് വോയിസിലാണെങ്കിൽ മാത്രമേ വരുള്ളൂ. ഇവിടെ ഇപ്പൊ ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് തോന്നിയത് ആൻസേഴ്സ് ആയിട്ട്? ഹാസും വാസും ആൻസർ ആയിട്ട് തോന്നി. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി? ആ ചോദ്യം ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ നോക്കണം. കാരണം എന്തുവാ, ഇവിടെ V3 വന്നു, ചോദ്യത്തിൽ V3 ഉണ്ട്. ഇനി നമുക്കറിയാം ഹാസ്, ഹാവിന്റെ കൂടെ ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ V3 എപ്പോഴേ വരൂ? ആക്റ്റീവ് വോയിസിലേ വരൂ അല്ലെ. പാസീവ് വോയിസിലാണെങ്കിലോ ഈസ്, ആം, ആറ്, വാസ്, വേറിന്റെ കൂടെ എന്ത് വരുള്ളൂ? V3 വരുള്ളൂ. നമ്മൾ നേരെ ചോദ്യത്തിൽ പോകുന്നു. ചോദ്യത്തിൽ വീണ്ടും ഒന്നുകൂടെ വായിക്കുക, ചോദ്യം ഒന്നുകൂടെ വായിക്കുക, ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ ചോദ്യം, ഓക്കെ, എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക് എന്നായിരുന്നു ചോദ്യം. നമ്മൾ നേരെ നോക്കിയപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹാസും വാസും ഉണ്ട്. ഇനി നമ്മൾ ചോദ്യത്തിൽ നേരെ പോയി 2 ഓപ്ഷൻ വരുന്നത് കൊണ്ട് ചോദ്യത്തിൽ V3 ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആഡഡ് അവിടെ കിടപ്പുണ്ട്, അപ്പൊ V3 ഉണ്ട്. ഇനി അറിയേണ്ടത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ്? എങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് തിരിച്ചറിയുക? എളുപ്പത്തിൽ ആ ടോപ്പിക്കിലൊന്നും പോവാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറയുന്നത്. ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസ് എന്ന് പറയണമെങ്കിൽ ആ സെന്റൻസിൽ പറയുന്ന സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്തിരിക്കണം. എന്താ പറഞ്ഞേ? ആ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസ് എന്ന് പറയണമെങ്കിൽ ആ പറയുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ അത് നമ്മൾ ആക്റ്റീവ് വോയിസ് ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ശരി, നമുക്ക് പാസീവ് വോയിസ് എന്നൊരു സെന്റൻസ് പറയണമെങ്കിൽ ആ സെന്റൻസിൽ പറയുന്ന സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? നമ്മൾ ചിന്തിച്ചാൽ മതി, ആക്റ്റീവ് ആയിരിക്കും എന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത് ചിന്തിച്ചാൽ മതി. അപ്പൊ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസ് എന്ന് പറയണമെങ്കിൽ ആ സെന്റൻസിലെ സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യണം. ഓക്കെ, ഞാൻ ചോദ്യത്തിന്റെ അർത്ഥം നോക്കിയാൽ എ ലോട്ട് ഓഫ് ഷുഗർ, ഒരുപാട് ഷുഗർ ആഡഡ് ടു ദ മിൽക്ക്, ഈ പാലിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് പറയാം. ഒരുപാട് ഷുഗർ, ഒരുപാട് പഞ്ചസാര ഈ പാലിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നാ പറയാം. അപ്പൊ അവിടുത്തെ സബ്ജക്ട് ഷുഗറാ അല്ലേ, ഒരുപാട് ഷുഗർ എന്ന ഒരുപാട് പഞ്ചസാര എന്ന അവിടുത്തെ സബ്ജക്ട് അതെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് പാസീവ് വോയിസാ. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ പാസീവ് വോയിസിൽ മാത്രമേ എന്തിന്റെ കൂടെയൊക്കെ V3 വരൂ? ഈസ്, ആം, ആറ്, വാസ്, വേറിന്റെ കൂടെ V3 എപ്പോഴേ വരുള്ളൂ? പാസീവ് വോയിസിൽ മാത്രമേ വരുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയേ ചോദ്യത്തിന് ആൻസർ അപ്പൊ എന്തായി മാറൂടാ? ആൻസർ പാസീവ് വോയിസ് ആയതുകൊണ്ട്, ചോദ്യം പാസീവ് വോയിസ് ആയതുകൊണ്ട് ആൻസർ എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? നമുക്ക് 2-3 ചോദ്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ക്ലിയർ ആവും. അപ്പൊ നിങ്ങളൊന്ന് എഴുതി വെക്കേണ്ട കാര്യം, ആക്റ്റീവ് വോയിസ് എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സെന്റൻസിലെ സബ്ജക്ട് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവണം. പാസീവ് വോയിസ് എങ്ങനെ മനസ്സിലാക്കും? ആ സെന്റൻസിൽ ഒരു സബ്ജക്ട് പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് പാസീവ് വോയിസ് ആണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആക്റ്റീവ് വോയിസിൽ മാത്രമേ ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ V3 വരുള്ളൂ. ഓക്കെ, V3 എന്തിന്റെ കൂടെ വരുള്ളൂ? ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ V3 വരുള്ളൂ. ആക്റ്റീവ് വോയിസിൽ ഒരിക്കലും ഈസ്, ആം, ആറിന്റെ കൂടെ ഒന്നും V3 വരത്തില്ല. നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ നമുക്കൊരു അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ ക്ലിയർ ആവും. ഒന്നുകൂടെ നോക്കിയേ, അടുത്ത ചോദ്യം നോക്കാം. എ ലോട്ട് ഓഫ് പെറ്റീഷൻസ് ഡാഷ് റിസീവ്ഡ് എന്ന ചോദ്യം. നമ്മൾ നേരത്തെ നോർമലി ചോദ്യം വന്നു, നമ്മൾ ഓപ്ഷനിൽ പോയി ഹാസ്, ഹാവ് ബീൻ, ഹാസ് ബീൻ എന്നൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കിയപ്പോ ഓപ്ഷൻസ് കണ്ടപ്പോ മനസ്സിലായ ചോദ്യം കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കില. നമ്മൾ നോക്കിയപ്പോ എ ലോട്ട് ഓഫ് ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നേ. അപ്പൊ എന്താ പറഞ്ഞ നമ്മൾ നിയമം എന്താ ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കി. ഏതൊക്കെയാ? എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഇവയിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ അതിനുശേഷം ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമമാണ് വരുന്നതെങ്കിൽ സിംഗുലർ വെർബ്. ഏതൊക്കെയാ സിംഗുലർ വെർബ്സ്? ഒരുമിച്ച് പറഞ്ഞു. ഏതൊക്കെയാ സിംഗുലർ വെർബ്സ്? ഈസ്, വാസ്, ഹാസ്, ഡസ്. നേരത്തെ പറഞ്ഞ എന്താ? നേരത്തെ പറഞ്ഞ ആ വാക്കുകളൊക്കെ വന്നതിന് ശേഷം ഒരു പ്ലൂറൽ വെർബാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകൾക്ക് ശേഷം ഒരു കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ട എന്താ? പ്ലൂറൽ വെർബ്. ഏതൊക്കെയാ പ്ലൂറൽ വെർബ്സ്? ആർ, വേർ, ഹാവ്, ഡു, ആണ്. ശരി, ഇവിടെ നമ്മൾ ചോദ്യം നോക്കിയപ്പോ ലോട്ട് ഓഫ് ലാസ് തുടങ്ങി. അതിനുശേഷം പെറ്റീഷൻസ്. എന്താണ് പെറ്റീഷൻസിന്റെ അർത്ഥം? പരാതികൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലേ? പറ്റും. അപ്പൊ അത് കൗണ്ടബിൾ ആണ്. എങ്കിൽ ആൻസർ എന്തേ വരൂ? പ്ലൂറൽ വെർബേ ആൻസർ വരുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഓപ്ഷൻ നോക്കുക, ഏതൊക്കെയാ പ്ലൂറൽസ്? നമ്മൾ നോക്കിയാൽ ഹാസ് വരത്തില്ല. കാരണം എന്താ? ഹാസ് എന്തുകൊണ്ട് വരത്തില്ല? ഹാസ് സിംഗിൾ റാം. ഹാവ് പ്ലൂറൽ ആണ്. ഹാവ് ബീൻ പ്ലൂറൽ ആണ്. ഇനി ഹാസ് ബീൻ പ്ലൂറൽ ആണോ? അല്ല. അപ്പൊ 2 ഓപ്ഷൻ വീണ്ടും വന്നു. നമ്മൾ എന്ത് ചെയ്യണം? നേരെ ചോദ്യത്തിൽ പോയി വെർബിന്റെ 3ാമത്തെ രൂപം ഉണ്ടോ നോക്കണം. നോക്കിയപ്പോ എന്തുണ്ടോ? റിസീവ്ഡ്. റിസീവ് എന്ന് പറയുന്ന വെർബിന്റെ V2 ഉം V3 ഉം റിസീവ്ഡ് തന്നെയാണ്.
നമ്മളെ ചോദ്യം നോക്കിയപ്പോ ഇവിടെ ഹാവ് കിടപ്പുണ്ട്, ഹാവ് ബീൻ കിടപ്പുണ്ട്. ഹാവിന്റെ കൂടെ V3 ആക്റ്റീവ് വോയിസിൽ വരും. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് കുറച്ചുകൂടെ മാറി കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യം ആയതാ. എന്ന് വെച്ചാൽ ഇവിടെ ഹാവിന്റെ കൂടെയും ഹാസിന്റെ കൂടെയൊക്കെ V3 ആക്റ്റീവ് വോയിസിൽ വരും. എന്നാല് ആക്റ്റീവ് വോയിസിൽ വരും. എന്നാൽ പാസീവ് വോയിസ് ആകുമ്പോ ഹാസ് ഹാവിന്റെ കൂടെ ബീൻ വരും. ഹാസിന്റെ കൂടെ ഹാവിന്റെ കൂടെയൊക്കെ ബീൻ വരും. എവിടെ വരുള്ളൂ? പാസീവ് വോയിസിൽ മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? ഇവിടെ നോക്ക് ചോദ്യം, എ ലോട്ട് ഓഫ് പെറ്റീഷൻസ് ഡാഷ് റിസീവ്ഡ്. ഞാൻ അർത്ഥം നേരെ പറഞ്ഞു നോക്കി. ആക്റ്റീവ് വോയിസ് ആണ് പാസീവ് വോയിസ് ആണ് തിരിച്ചറിയാൻ വേണ്ടി. ഒരുപാട് പെറ്റീഷൻസ് ലഭിച്ചു അല്ലെ, കിട്ടി എന്നാ പറയുന്നത്. അവിടെ സബ്ജക്ട് എന്താടാ? പെറ്റീഷൻസ് അല്ലേ. സബ്ജക്ട് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഏതാ? പാസീവ് വോയിസിലെ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞ ഒരു സെനൻസിലെ സബ്ജക്ട് പ്രവൃത്തി ചെയ്യണം. പാസീവ് വോയിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഒരു സെനൻസ് പ്രവൃത്തി ചെയ്യരുത്. ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് പാസീവ് വോയിസാ. അപ്പൊ നമുക്ക് മനസ്സിലായി ആൻസർ പാസീവ് വോയിസിലാ. അപ്പോ ഹാവിന്റെ കൂടെ V3 ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കണം? സെനൻസ് ആക്റ്റീവ് വോയിസ് ആയിരിക്കണം. പാസീവ് വോയിസിൽ മാത്രമേ ഹാസ് ഹാവിന്റെ കൂടെ ബീൻ വരികയും അതിനുശേഷം V3 വരികയും ചെയ്യുള്ളൂ. അതൊക്കെ നിങ്ങൾ പാസീവ് വോയിസ് പഠിച്ചു കാണും ടോപ്പിക്ക്, അതിനകത്ത് പറയുന്നേ. അപ്പൊ സെനൻസ് പാസീവ് വോയിസ് ആയതുകൊണ്ട് ആൻസർ എന്തായിട്ട് മാറൂടാ? ഹാവ് ബീൻ ആയിട്ട് മാറും. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ശരി, നോക്കി അടുത്ത ചോദ്യം, എ ലോട്ട് ഓഫ് മിൽക്ക് ഡാഷ് വേസ്റ്റഡ് എന്നാ പറയുന്നത്. ഓക്കെ, ആ സെനൻസ് എന്തിൽ ആരംഭിച്ചിരിക്കുന്നത്? എ ലോട്ട് ഓഫിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം പറയുന്നത് എന്തിനെ കുറിച്ചാ? മിൽക്കിനെ കുറിച്ചാ. മിൽക്ക്, പാല്. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂടാ? എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ അല്ലേ? അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ ഏതാ ഉപയോഗിക്കുള്ളൂ? നമ്മൾ സിംഗുലർ വെർബേ ഉപയോഗിക്കുള്ളൂ. ക്ലിയർ അല്ലേ? ഏതൊക്കെയാ സിംഗുലർ വെർബ്സ്? ഈസ്, വാസ്, ഹാസ്, ഡസ്. ഓപ്ഷനിൽ നോക്കുക. ഏതൊക്കെയാ ഓപ്ഷൻസില് സിംഗുലർ വെർബ്സ്? ഹാസ് സിംഗുലറാ, വാസ് സിംഗുലറാ. വീണ്ടും സംശയം വന്നു അല്ലേ? രണ്ട് ഓപ്ഷൻ വന്നു. ഏതാ ഉത്തരം എഴുതുക? നമ്മൾ പറഞ്ഞു നേരത്തെ. എന്ത് ചെയ്യണം? ചോദ്യത്തിന് നേരെ പോയി വെർബിന്റെ മൂന്നാമത്തെ രൂപം നോക്കണം. ഇപ്പൊ വെർബിന്റെ മൂന്നാമത്തെ രൂപം വരുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെർബിന്റെ മൂന്നാമത്തെ രൂപം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പറയും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ വേസ്റ്റഡ് എന്ന് കിടക്കുന്നു. അപ്പോ വേസ്റ്റ് എന്ന് പറയുന്ന വെർബിന്റെ V2 V3 എന്ത് തന്നെടാ? വേസ്റ്റഡ് തന്നെയാ. അപ്പൊ നമുക്ക് മനസ്സിലായി ചോദ്യത്തിൽ V3 ഉണ്ട്. എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ തിരിച്ചണം. കാരണം എന്താ? അങ്ങനെ നോക്കാനുള്ള കാര്യം എന്താ? ആക്റ്റീവ് വോയിസിൽ മാത്രമേ ഹാസ് ഹാവിന്റെ കൂടെ V3 വരൂ. പാസീവ് വോയിസിൽ മാത്രമേ ഈസ്, ആം, ആർ, വാസ്, വേറിന്റെ കൂടെ V3 വരൂ. അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. സെനൻസ് വായിച്ചു നോക്കി അർത്ഥം നോക്കിയ. എ ലോട്ട് ഓഫ് മിൽക്ക് ഡാഷ് വേസ്റ്റഡ്. ഒരുപാട് പാല് വേസ്റ്റ് ആയി പോയി എന്നാ പറയുന്നത്. അല്ലടാ, അപ്പൊ സബ്ജക്ട് എന്താ? ഒരുപാട് പാല് അല്ലെ? പാൽ അവിടുത്തെ സബ്ജക്ട്. അതെന്തെങ്കിലും അവിടെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പാസീവ് വോയിസ് അല്ലേ? പാസീവ് വോയിസ് ആണെങ്കിൽ എന്തിന്റെ കൂടെ V3 വരും? ഇവിടെ ഓപ്ഷനില്ല. വാസ് പ്ലസ് V3 വരും. ആൻസർ എന്തായി മാറി? വാസ് വേസ്റ്റഡ് ആയിട്ട് മാറി. ക്ലിയർ ആണോ? അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം നമുക്ക്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കേണ്ട ചോദ്യം ഒന്ന് നോക്കി. എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെന്റ്. ഒന്ന് ശ്രദ്ധിച്ചേ. എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെന്റ് എന്ന ചോദ്യം നമ്മൾ വായിച്ചു നോക്കി. എ ലോട്ട് ഓഫ് ഒരു സെന്റൻസ് തുടങ്ങി. അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്ന നൗണ്, നാമം എന്താണെന്ന് നോക്കണം. മണി, നമ്മൾ എന്ത് ചിന്തിക്കും? മണി അല്ലേ, പൈസ അല്ലേ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. എന്നാൽ മണി കൗണ്ടബിൾ നൗൺ അല്ല, അൺകൗണ്ടബിൾ നൗൺ. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമമായിട്ടാണ് പരിഗണിക്കുന്നത്. ക്ലിയർ ആണോ? അത് നോട്ട് ചെയ്ത് വെക്കണം. ഉറപ്പായിട്ട് പിള്ളേർക്ക് തെറ്റുന്ന നമുക്ക് തെറ്റാൻ പാടില്ല. ഓക്കെ, അപ്പൊ മണി എന്തുവാ? ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ ഒന്ന് ആൻസർ എന്തേ വരുള്ളൂടാ? സിംഗുലർ വെർബേ വരും. നോക്ക് ഓപ്ഷൻസിൽ ഏതൊക്കെയാ സിംഗുലർ വെർബ്സ്? അപ്പൊ ഈ ഓപ്ഷൻ എളുപ്പമല്ലേ? കാരണം എന്തുവാ? ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ സിംഗുലർ വെർബ് ഉള്ളൂ അല്ലേ? അപ്പൊ അവിടെ ആൻസർ ഈസ് ആയിട്ട് പോകും. ഇനി ഓപ്ഷനിൽ ഹാസ് ഉണ്ടെന്ന് വെച്ചോ. നമുക്ക് നോക്കാം. രണ്ട് ഓപ്ഷൻ വന്നാൽ എങ്ങനെയൊന്നും പഠിക്കണമല്ലോ. വെറുതെ ഒന്ന് മാത്രം അവോയ്ഡ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അപ്പൊ നോക്കി, രണ്ട് ഓപ്ഷൻ വന്നു. ഈസും ഹാസും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചോദ്യത്തിന് നേരെ പോയി V3 നോക്കണം. V3 ഉണ്ടോടാ? ഉണ്ട്. സ്പെൻഡ്, SPEND എന്ന് പറയുന്ന സ്പെൻഡ്, അതാണ് V1. അപ്പൊ V2 V3 സ്പെൻഡ്. അപ്പൊ അവിടെ V3 ഉണ്ട്. ഇപ്പൊ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? ചോദ്യം ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ തിരിച്ചറിയണം. നേരെ ചോദ്യത്തിൽ പോയിട്ട് അർത്ഥം നോക്കുക. എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെന്റ്. ഒരുപാട് പൈസ ട്രീറ്റ്മെന്റ് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി എന്നാ പറയുന്നത്. അല്ലടാ, അവിടെ സബ്ജക്ട് പൈസയാ. പൈസ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പാസീവ് വോയിസാ. മനസ്സിലായോ? അപ്പൊ പിന്നെ പാസീവ് വോയിസ് ആണെങ്കിൽ ഏതിന്റെ കൂടെ മാത്രമേ ആൻസർ വരുള്ളൂടാ? ഈസ്, ആം, ആർ, വാസ്, വേറിന്റെ കൂടെ മാത്രമേ V3 വരൂ അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാ കിട്ടി? നമുക്ക് ഈസ് കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെ രണ്ട് ഓപ്ഷൻ വന്നാലും നമ്മൾ പഠിക്കണം. ശരി, അടുത്തൊരു ചോദ്യം പറയുമ്പോൾ നമുക്ക് വെർബിന്റെ മൂന്നാമത്തെ രൂപം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന് നോക്കാം. ക്ലിയർ അല്ലേ? ശരി, ഒന്ന് നോക്കിക്കോ. ലാസ്റ്റ് ചോദ്യം ഇന്നത്തെ. ഒന്ന് ശ്രദ്ധിച്ചു
മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് റൈപ്പൺ എന്നാണ് ചോദ്യം. അല്ലേ, എന്താ ഈ റൈപ്പൺ എന്ന് പറഞ്ഞാൽ പാകമാകുക എന്ന അർത്ഥം അല്ലേ. ശരി, ചോദ്യം വന്നു ഓപ്ഷൻ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി? കോൺകോഡ് എന്ന ടോപ്പിക് ഇന്ന് ആ ചോദ്യം. നമ്മൾ നേരെ എന്ത് ചെയ്തു? 25ഓളം നിയമം ഉണ്ടേ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു നിയമം ആയിരിക്കൂലേ ചോദ്യം വായിച്ചാലേ കിട്ടുള്ളൂ. വായിച്ചോ. മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് റൈപ്പൺ എന്നാ പറയുന്നത്. നാം നോക്കിയോ മോസ്റ്റ് ഓഫ് ആണ് ഒരു സെന്റൻസ് തുടങ്ങിയത്. നമ്മൾ പഠിച്ച നിയമം ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്ക്. ഏതൊക്കെയാ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളാ? എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഇവ വന്നതിന് ശേഷം ഒരു അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലർ വെർബ്, കൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ വെർബ്. ക്ലിയർ അല്ലേ? ശരി, നോക്ക് ഈ ചോദ്യം നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫിലാ തുടങ്ങിയിരിക്കുന്നേ അല്ലെ. മോസ്റ്റ് ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങി, അതിനുശേഷം പറയുന്ന നാമം നോക്കണം. നോക്കിയപ്പോ എന്താ പറയുന്നത്? ബനാനാസ് അല്ലെ. ബനാനാസ് എന്നല്ലേ പറയുന്നത്? പഴം. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂലോ? പറ്റും. കൗണ്ടബിൾ നൗൺ ആണ് അല്ലെ. കൗണ്ടബിൾ നൗൺ. അപ്പൊ കൗണ്ടബിൾ നൗൺ വന്നാൽ നമുക്ക് ആൻസർ എന്തേ വരും? പ്ലൂറൽ വെർബേ വരും. നമ്മൾ നേരെ ഓപ്ഷൻ നോക്കി, പ്ലൂറൽ വെർബ് ഉണ്ടോ നോക്കിയപ്പോ ഈ ഓപ്ഷനും എങ്ങനെയാ നമ്മുടെ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, ആറ് പ്ലൂറൽ അല്ലേ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഹാവ് കൂടെ കൊടുത്തു നോക്കാം ഓപ്ഷനിൽ. അപ്പൊ നോക്കിയപ്പോ 2 പ്ലൂറൽ വെർബ് വന്നു. ഏത് ആൻസർ എന്ന് അറിയണ്ടേ? എന്ത് ചെയ്യണം? ചോദ്യത്തിന് നേരെ പോയി V3 ഉണ്ടോ നോക്കാം. വെർബിന്റെ മൂന്നാമത്തെ ഉണ്ടോ? ഇല്ല. റൈപ്പൺ V3 ആണോടാ? അല്ല. റൈപ്പണ്ട് V2 V3 എന്താണ്? റൈപ്പണ്ട് ആണ് V3. മനസ്സിലായോ? അപ്പൊ ചോദ്യത്തില് വെർബിന്റെ മൂന്നാമത്തെ രൂപം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യത്തിൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടെങ്കിൽ നമുക്കറിയാം ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ നോക്കിയാൽ ആൻസറിലോട്ട് എത്താമെന്ന് അറിയാം. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ ഉണ്ടോ V3? ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ചോദ്യത്തിന്റെ അർത്ഥം എടുക്കുക. ഇപ്പോ ഒരു എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് എ ഗേൾ. ഈസിന്റെ അർത്ഥം എന്താ? അവളൊരു പെൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. ആണ് അല്ലെങ്കിൽ ആകുന്ന അർത്ഥത്തിലാണ് ഈസ്, ആമ്, ആറ്, വാസ്, വേർ ഉപയോഗിക്കുക. അത് പ്രസന്റ് ടെൻസിലെങ്കിൽ ഈസ്, ആം, ആറും, പാസ്റ്റ് ടെൻസിലെങ്കിൽ വാസും വേർ ഉപയോഗിക്കും. ക്ലിയർ ആണോ? ഒന്ന് എഴുതിയെടുത്ത് വെച്ചോളണം. എന്താ ഞാൻ പറഞ്ഞേ? ഈസ്, ആമ്, ആറിന്റെയും വാസ്, വേറിന്റെ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്ന അർത്ഥം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ടെന്ന അർത്ഥം. അപ്പോ മനസ്സിലാക്കി വെച്ചോ. ഹാസ്, ഹാവ്, ഹാഡിന്റെ ഒക്കെ അർത്ഥം ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ ചോദ്യം നോക്കിയിട്ട് 2 ഓപ്ഷൻ വരുന്നോണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചോദ്യത്തിൽ പോയി V3 ഉണ്ടോ എന്ന് നോക്കി, വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോ നോക്കി. ഉണ്ടോ? ഇല്ലായിരുന്നു. അപ്പൊ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ചോദ്യം വായിച്ചു നോക്കി അർത്ഥം എടുക്കുക. ആണ്, ആകുന്നു എന്ന അർത്ഥമാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടതൊക്കെയാ? ഈസ്, ആമ്, ആറ്, വാസ്, വേർ ഇവ എടുക്കാം. ഇനി ഉണ്ട് എന്നർത്ഥമാണെങ്കിലോ ഏതാ എടുക്കേണ്ടത്? നമ്മൾ എങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നോക്കിയേ ചോദ്യം. മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് റൈപ്പൺ. ബാസ്കറ്റിലെ ഒരുപാട് പഴവും അല്ലെ, ഇരിക്കുന്ന പഴങ്ങളിൽ ഒരുപാട് പഴവും എടുത്തു അല്ലെങ്കിൽ പാകമായി എന്നാ പറയുന്നേ അല്ലെ. അപ്പൊ ആണ്, ആകുന്ന അർത്ഥമാ. അപ്പൊ പിന്നെ എന്തേ നമ്മൾ ആൻസർ എടുക്കൂ? ആറേ എടുക്കുള്ളൂ. ഹാവ് എടുക്കൂ? ഇല്ല. കാര്യം പിടിയിട്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ നിയമം ഒന്നുകൂടെ പറയുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോൺകോഡ് ചെയ്യുമ്പോൾ മിക്കവർക്കും തെറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോൺകോഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടെ പറയുന്നു. അതിനുശേഷം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ് നമ്മൾ വീണ്ടും കാണും. ഓക്കെ, ഒന്ന് നോക്കാം. ഇന്ന് പഠിച്ച നിയമം കോൺകോഡിലെ ഒരു നിയമമാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ചോദ്യം കോൺകോഡ് മനസ്സിലാക്കി ഞാൻ നേരെ ഓപ്ഷനിൽ പോയി നോക്കിയപ്പോ വെർബുകളാ ഫില്ല് ചെയ്യേണ്ടേ അല്ലെ. ഏതൊക്കെയാണ് വെർബുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്? സിംഗുലർ വെർബ്സ് ഒന്ന് നോക്കിയേ നിങ്ങൾ. സിംഗുലർ വെർബ്സ് ഏതൊക്കെയാ? ഈസ്, വാസ്, ഹാസ്, ഡസ് ആണ്. പ്ലൂറൽ വെർബ് ഏതൊക്കെയാ? ആറ്, വേർ, ഹാവ്, ഡു ആണ് അല്ലെ. എങ്ങനെയാ സിംഗുലർ വെർബ്സിനെ ഒട്ടും അറിഞ്ഞൂടാത്തവർക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറഞ്ഞു? സിംഗുലർ വെർബ്സ് എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ നമുക്ക് എന്തുണ്ടാ? യെസ് ഉണ്ട്. അതിന്റെ വെർബുകൾ ഏതൊക്കെയാ? ഈസ്, വാസ്, ഹാസ്, ഡസ്. എല്ലാത്തിലും എന്തുണ്ട്? യെസ് ഉണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ ഇനി എന്താ നമ്മുടെ നിയമം ഒന്ന് പറഞ്ഞൊക്കെ ഒരുമിച്ച് പറയും. എല്ലാവരും ഒരുമിച്ച്. എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഇവയിലൊരു സെന്റൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന നാമം നമ്മൾ എന്താണെന്ന് നോക്കണം. അപ്പൊ നമ്മൾ നോക്കി അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതൂ? സിംഗുലർ വെർബേ എഴുതുള്ളൂ. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമങ്ങൾ. ഈ കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന നാമങ്ങൾ. അത് വന്നാൽ നമ്മൾ എന്തിടാ ഉപയോഗിക്കുള്ളൂ? പ്ലൂറൽ വെർബ്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമ്മുടെ നിയമത്തിൽ നിന്ന് അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കി നമ്മുടെ ഈ ഓപ്ഷൻസ് അനുസരിച്ച് ചോദ്യം അനുസരിച്ച് നമ്മൾ ഓപ്ഷൻ നോക്കിയപ്പോ ഒന്നിലധികം ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞേ. വെറുതെ നമ്മൾ സിംഗിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ നോക്കി പഠിച്ചു പോയിട്ട് കാര്യം. നമ്മൾ 2 3 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട രീതി മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ 2 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യത്തിൽ നേരെ പോയി വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോ എന്ന് നോക്കണം. വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോന്ന് എന്തിനാ നമ്മളിങ്ങനെ നോക്കുന്നേ? വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോന്ന്. കാരണം ചോദ്യം ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ V3 ഉപയോഗിക്കൂ അല്ലെ. ചോദ്യം പാസീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ ഈസ്, ആമ്, ആറ്, വാസ്, വേറിന്റെ കൂടെ V3 ഉപയോഗിക്കൂ. അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
പാസീവ് വോയിസിൽ മാത്രമേ ഹാസ് ഹാവിന്റെ കൂടെ ബീൻ വരൂ. ബീൻ ഒന്ന് എഴുതി വെച്ചോളണം, അത് എഴുതാത്തവരുണ്ടെങ്കിൽ. ഹാസ് ഹാവിന്റെ കൂടെ മാത്രമേ ബീൻ പ്ലസ് V3 വരൂ. എപ്പോ? പാസീവ് വോയിസിൽ മാത്രം. ആ കാര്യം കൂടെ ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഓക്കെ ആണോ? പക്ഷെ അപ്പോ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ നോക്കും. എങ്ങനെയാ നോക്കുക? ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണെന്ന്? ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്തോ ആക്റ്റീവ് വോയിസ് പെട്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നേരെ ടോപ്പിക് ഒന്നും പോയി പഠിക്കാതെ എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞ ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? സെന്റൻസിലെ സബ്ജക്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് വോയിസാ. ഓക്കെ അല്ലേ? സെന്റൻസിലെ ഒരു സബ്ജക്ട് ആക്റ്റീവ് ആയിരിക്കും എന്ന് ചിന്തിക്കുക. അപ്പൊ സെന്റൻസിലെ ഒരു സബ്ജക്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് വോയിസാ, പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ അത് പാസീവ് വോയിസാ. ഓക്കെ ആണോ? ശരി. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ V3 ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നേരെ അർത്ഥം എടുക്കുക. എങ്ങനെ എടുക്കുക? ഈസ് ആമ് ആറ് വാസ് വേറിന്റെ അർത്ഥം എന്തുവാ? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാ. അല്ലടാ? ഹാസ് ഹാവിന്റെ അർത്ഥം എന്താ? ഹാസ് ഹാവ് ഹാഡിന്റെ അർത്ഥം എന്ത് തന്നെ? ഉണ്ട് എന്നൊക്കെയാണ് അർത്ഥം. അർത്ഥം വെച്ചെടുക്കണം. ഓക്കെ, കുറച്ചുകൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾ സെറ്റ് ആവും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.